അപ്പൊ ഇനി കണക്ഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഏതൊക്കെ കണക്ട് ചെയ്യണം? കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ബാലറ്റ് യൂണിറ്റ് ഉണ്ട്, വിവിപാറ്റ് ഉണ്ട്. അതിന് ഒരു സൂത്രവാക്യം BBC കേട്ടിട്ടുണ്ടോ? BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. ഇവിടെ നമ്മൾ ഒന്നാമത്തെ ബി എടുക്കുന്നുണ്ട്, രണ്ടാമത്തെ ബിക്ക് പകരം ബി കൊടുക്കും. അതാണ് വിവിപാറ്റ്. പിന്നെന്തുവാ? സി, അതായത് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ബി ബി സി. ആദ്യം ബി എന്ന് പറഞ്ഞാൽ എന്തുവാ? ബാലറ്റ് യൂണിറ്റ്. ബാലറ്റ് യൂണിറ്റിന്റെ കേബിൾ ഇങ്ങോട്ട് എടുക്കണം. പിന്നെ എന്തുവാ പറയുന്ന? ബി ബിയിൽ കൊണ്ട് കണക്ട് ചെയ്യണം. എന്നിട്ടോ ബിയിൽ ഒരു കേബിൾ ഉണ്ടാവും. ബിയിലെ കേബിൾ കൊണ്ടുപോയി സിയിൽ എന്ന് പറഞ്ഞ BBC പറഞ്ഞോ, തെറ്റിപ്പോയത്. ബി ബി സി. അത് നമ്മുടെ ബുക്കിൽ എഴുതി വെക്കുക. അത് തന്നെ ബി ബി സി. 6 പഠിച്ചു വെച്ചേക്കും. നമ്മള് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ വെക്കേണ്ട ഒരു ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് ഒരു വോട്ടർ നടന്നിങ്ങോട്ട് വരുമ്പോൾ കമ്പാർട്ട്മെന്റിൽ വലത്തെ കൈ എങ്ങോട്ട് ചെല്ലണം? ബാലറ്റ് യൂണിറ്റ്. അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ ഇതെന്ത് വേണം? ഇടത്തെ സൈഡിൽ, ഇതിന്റെ ഇടത്തെ സൈഡിൽ വിവിപാറ്റ് ഇടണം. ഇങ്ങനെ ആയിരിക്കണം വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ എന്ത് വെക്കേണ്ടത്. തിരിഞ്ഞു പോയാൽ അത് പാടില്ല, അങ്ങനെ വരാൻ പാടില്ല. ഇനി നമുക്ക് കണക്ഷൻ പഠിക്കാം. കണക്ഷന്റെ സൂത്രവാക്യം എന്താണ്? BBC, ബാലറ്റ് യൂണിറ്റ് അല്ലേ? ബാലറ്റ് യൂണിറ്റിന്റെ കേബിൾ എടുത്തിട്ട് വിവിപാറ്റിന്റെ ബാക്ക് സൈഡില് കണക്റ്റിംഗ് കമ്പാർട്ട്മെന്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് BU ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കണക്ടറിൽ ബ്ലാക്ക് റെഡിനോടാണ്, അല്ല റെഡ് ബ്ലാക്കിനോടാണ്. ബ്ലാക്കിനോട് റെഡിനോട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തപ്പോൾ ക്ലിക്ക് എന്നുള്ള അതാണ് അതിന്റെ പക്ക കണക്ഷനാണ്. അല്ല വയ്യാണെങ്കിൽ വെച്ച് വെറുതെ വെച്ച് കഴിഞ്ഞാൽ അത് വിട്ടുപോകും, കണക്ഷൻ പ്രോബ്ലം കാണിക്കും, കംപ്ലൈന്റ് ആയിരിക്കും. എപ്പോഴും നമ്മളത് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള കണക്ഷൻ തന്നെ ഉണ്ടായിരിക്കണം. നല്ലപോലെ പ്രസ് ചെയ്തായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇവിടെ ഒരു ചെറിയ ഒരു സ്വിച്ച് ഇരിപ്പുണ്ട്. അത് 1ഉം 2ഉമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഒന്നിൽ തന്നെ ആയിരിക്കണം, അതിൻ്റെ ഉള്ളിൽ ഒന്നിൽ തന്നെ ആയിരിക്കണം. അങ്ങനെ ഇട്ടത് അടുത്തുള്ളൂ, ഒന്നിൽ തന്നെ ആയിരിക്കണം. അപ്പൊ പിന്നെ വിവിപാറ്റിലേക്ക് നമ്മൾ ബാലറ്റ് യൂണിറ്റ് കണക്ട് ചെയ്തു. ഈ കേബിൾ ഉണ്ടല്ലോ, ഈ കേബിൾ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയൊന്നും ആയത് ബാക്ക് സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ നമ്മുടെ ഡെസ്കിന്റെ കാലുണ്ടല്ലോ, കാലിലോട്ട് വെച്ചിട്ട് സെലോ ടേപ്പ് ഇട്ട് ഇങ്ങനെ ചുറ്റി വെക്കണം. കാരണം ഇതിങ്ങനെ പ്ലഗ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ അത് ലൂസ് കോണ്ടാക്ട് ഉണ്ടാവും, പിന്നീട് പ്രശ്നങ്ങളുണ്ടാകും. 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി കണക്ഷൻ കൊടുത്ത് അല്പം പ്ലേ ഇട്ടിട്ട് നല്ലപോലെ പ്ലാസ്റ്റർ അല്ലെങ്കിൽ സെലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചിരിക്കണം. എന്നിട്ടിപ്പോ എന്തായി? ബാലറ്റ് യൂണിറ്റിൽ നിന്ന് എവിടെ എത്തി? കണക്ഷൻ വിവിപാറ്റിലെത്തി. വിവിപാറ്റിന്റെ കേബിൾ എടുക്കണം. വിവിപാറ്റിന്റെ കേബിൾ എവിടെ കൊണ്ട് കണക്ട് ചെയ്യണം? കൺട്രോൾ യൂണിറ്റിന്റെ ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്തിട്ട് റെഡിനോട് ചേർന്ന് ബ്ലാക്ക് ചേർന്ന് കണക്ട് ചെയ്ത് അല്ല, ആ കണക്ട് ചെയ്യുമ്പോൾ അതേപോലെ കണക്ട് ചെയ്താൽ ആ ക്ലിക്ക് ശബ്ദം ഉണ്ടാവും. പവർ ഓൺ ചെയ്യുക. പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഡിസ്പ്ലേ ഉണ്ടാവും. സ്ലിപ്പുകൾ പ്രിന്റ് ചെയ്തിരിക്കും. ഇവിടെ ഈ കണക്ട് ചെയ്തിരിക്കുന്ന ബാലറ്റ് യൂണിറ്റിനെയും വിവിപാറ്റിനെയും ഒക്കെ ഇത് ഡിസ്കവർ ചെയ്ത് ഇതിന്റെ കണക്ഷൻ ഓക്കെ ആണോ എന്നുള്ളത് ഇത് തന്നെ നോക്കിയിട്ട് EVM ഈസ് റെഡി എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് വരും? ഇവിടെ മെസ്സേജ് വരും. EVM ഈസ് റെഡി എന്ന് പറയുന്ന മെസ്സേജ് വന്നു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങാൻ പറ്റൂ.